റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞത്. റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉണ്ടല്ലോ, ഇപ്പോൾ വെളിപ്പെടുത്താത്ത ഭാഗം, അത് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. അദ്ദേഹം അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പേജ് കണ്ടിട്ട് എനിക്കിത് വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ 60 പേജ് മറച്ചിട്ടാണ് പിന്നെ വായന തുടർന്ന്. ഇതൊക്കെ ആരെ കബളിപ്പിക്കാൻ പറയുകയാണ്, ആരെ കബളിപ്പിക്കുക. AK ബാലൻ എന്തായാലും വായിച്ചില്ല എന്ന് പറഞ്ഞില്ല, വായിച്ചു. പിന്നെ കോവിഡ് ആയിപ്പോയി, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കോവിഡ് കാലത്ത് നടന്ന ലൈംഗിക ചൂഷണത്തിലൊന്നും ഈ കേരളത്തിൽ കേസൊന്നും എടുത്തിട്ടില്ലല്ലേ. കോവിഡ് ആയതുകൊണ്ട് ലൈംഗിക ചൂഷണത്തിൻ്റെ കേസ് മാറ്റിവെക്കുകയാണ് ഇത്. 2 കൊല്ലക്കാലം 19-ലാണ് ഇത് കൊടുത്തത് റിപ്പോർട്ട്. ഇത് 2024-ആണ്, 4.5 കൊല്ലം കഴിഞ്ഞു. റിപ്പോർട്ട് വായിച്ച AK ബാലൻ പറഞ്ഞ കോവിഡ് ആയതുകൊണ്ട് തുടർ നടപടി സ്വീകരിച്ചില്ല. അത് കോവിഡ് കാലത്ത് നടന്ന എല്ലാ കേസും അങ്ങനെ മാറ്റിവെക്കുകയാണ് ചെയ്തത്, എല്ലാ ക്രിമിനൽ കുറ്റങ്ങളും. ഇത് പോലീസിന് റിപ്പോർട്ട് ചെയ്യാത്ത സർക്കാരിൻ്റെ നടപടി, മന്ത്രിമാരുടെ നടപടി, മുഖ്യമന്ത്രിയുടെ നടപടി ക്രിമിനൽ കുറ്റമാണ്, ഒരു സംശയമില്ല. എന്തിനാണ് അവരുടെ പരാതിയല്ല അവരുടെ കയ്യിലിരിക്കുന്നത്, അവർ കൊടുത്ത മൊഴിയല്ല. എന്തിനാണ് ഈ കമ്മിറ്റിയെ വെച്ചത്? ആ കമ്മിറ്റിയെ വെച്ചത് എന്തിനാണ്? ആ കമ്മിറ്റിയുടെ മുൻപാകെ വന്ന ഇരകളുടെ മൊഴിയാണ്. മൊഴിയെ തുടർന്നാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മൊഴി അവിടെ ഇരിക്കുകയാണ്. അതിന് അന്വേഷണം നടത്താൻ പാടില്ലേ ഗവൺമെൻറ്റിന്? എന്താ തടസ്സം? ഏത് നിയമപരമായ തടസ്സമാണ്? ഞാൻ വെല്ലുവിളിക്കുക ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ. എന്ത് നിയമപരമായ തടസ്സമുണ്ട്? ഒരു തടസ്സവും ഇല്ല. അത് പറയട്ടെ, നിയമമന്ത്രി പറയട്ടെ, മുഖ്യമന്ത്രി പറയട്ടെ, എന്ത് നിയമപരമായ തടസ്സം? നിയമപരമായ ബാധ്യതയാണ്, ലീഗൽ ഒബ്ലിഗേഷനാണ് ഇത് അന്വേഷിക്കണമെന്നുള്ളത്. അതിൽ നിന്നാണ് ഒളിച്ചുവിടുന്നത്. ഒരു കാരണവശാലും ഇത് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഇനി തൊഴിലിടങ്ങളിൽ നടക്കുന്ന ചൂഷണത്തിന് എങ്ങനെയാണ് അന്വേഷിക്കാൻ പറ്റണത്? അപ്പോൾ ഇതുപോലെ പറഞ്ഞാൽ മതി, ഇത് പുറത്തുവിടാൻ പാടില്ല, കോൺഫിഡൻഷ്യലാണ് അല്ലേ, ഹൈലി കോൺഫിഡൻഷ്യലാണ്. എല്ലാ ലൈംഗിക ചൂഷണവും ഹൈലി കോൺഫിഡൻഷ്യലാണ്. പേര് പുറത്തുവിടാൻ പാടില്ല, അവരുടെയും ബന്ധുക്കളുടെ, ഇരകളുടെ, അത്രയല്ലേ ഇതിനകത്തും, അല്ലാതെ ഒന്നുമില്ല കൂടെയല്ലേ. അതല്ലേ നിങ്ങളെല്ലാം മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് കൽക്കട്ടയിലെ പെൺകുട്ടിയുടെ പേര് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ? എന്താ സ്ഥലപ്പേര് പോലും ഇപ്പോൾ പറയാൻ പാടില്ലെന്നാണ്. പണ്ട് സൂര്യനെല്ലി പെൺകുട്ടി എന്നൊക്കെ പറയുക, അതൊന്നും പാടില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. സ്ഥലപ്പേര് പോലും, ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധ്യതയുള്ള ഒന്നും പറയാൻ പാടില്ല. അതാണ് സുപ്രീം കോടതി ലേ ഡൗൺ ചെയ്ത പ്രിൻസിപ്പിൾ. അതിന് അന്വേഷണം നടത്താൻ പാടില്ലെന്നാക്കി. എരയെ പറ്റി പുറത്തു പോവും അന്വേഷണം നടത്തിയ. എന്തൊരു വിചിത്രമായ വാദഗതികളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അതിൻ്റെ നടപടികൾ സ്വീകരിക്കും. ഞങ്ങൾ ഒരു കാരണവശാലും ഇത് വിട്ടുകൊടുക്കും. കാരണം ഇത് കേരളത്തിന് അപമാനകരമായ സംഭവമാണ് എന്ന് പറഞ്ഞ് സിനിമാ മേഖല മുഴുവൻ ഇതാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇതിനകത്ത് കുറ്റം ചെയ്തവരാരായാലും അവർക്കെതിരായി നടപടികൾ വേണം. ഒരു വിട്ടുവീഴ്ചയില്ല അതിൽ. ആരായാലും എത്ര വലിയ കൊമ്പത്ത ആളുകളായാലും നിയമം എല്ലാവർക്കും ഒരേപോലെയാണ്, എല്ലാവർക്കും ബാധകമാണ്, ഒരുപോലെ ബാധകമാണ്. അത് അവർക്കും ബാധകമാണ്, ഈ കുറ്റം ചെയ്തവർക്കും ബാധകമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം, വന്നേ മതിയാവും.